ഉദ്ഘാടനം കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞിട്ടും പാവങ്ങളുടെ ആശ്രയമായ തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പ്രവർത്തന സജ്ജമല്ലെന്ന വാർത്തയെ തുടർന്ന് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദാണ് വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. 30 കോടി രൂപ ചെലവഴിച്ച് 66,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം 2017 മെയ് 24-ന് മുഖ്യമന്ത്രി നിർവഹിച്ചതാണ്. 3 നിലകളിൽ പൂർത്തിയായ കെട്ടിടം പൂർണ്ണ സജ്ജമായിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിന് കാരണം അജ്ഞാതമാണ്. ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന SIT ആശുപത്രിയിൽ പൂർണ്ണ സജ്ജമായൊരു ബ്ലോക്ക് നിർമ്മിച്ച് 9 വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ നിലകൊള്ളുന്നത് തികഞ്ഞ അനാസ്ഥയാണെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജൂലൈ 5-നകം സമർപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, SIT ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിനുശേഷമാകും വിഷയത്തിൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ തീരുമാനമെടുക്കുക.